അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. നാം ഷാബാനിൽ പ്രവേശിച്ചല്ലോ. ഈ ഷാബാനിൽ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഷഅബാൻ മാസത്തിലാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ധാരാളമായി സുന്നത്ത് നോമ്പ് നോറ്റിട്ടുള്ളത്. രണ്ട് കാരണങ്ങളാണ് അതിന്. ഒന്ന്, പൊതുവെ ആളുകൾ ഗഫലത്തിലാകുന്ന ഒരു മാസമാണ്. റജബ് പവിത്രമാക്കപ്പെട്ട മാസമാണ്, ആളുകൾ ശ്രദ്ധിക്കും. അതുപോലെ തന്നെ റമദാനിന്റെ ഫളിലും പ്രത്യേകിച്ച് പറഞ്ഞു കൊടുക്കേണ്ടതില്ല, ആളുകൾക്കൊക്കെ അതറിയാം. എന്നാൽ ഇത് രണ്ടിന്റെയും ഇടയിൽ ഷഅബാൻ പൊതുവെ ആളുകൾ അശ്രദ്ധരായി പോകുന്ന ഒരു സമയമാണ്. പൊതുവെ ആളുകളുടെ ഒരു ധാരണ എന്ന് പറഞ്ഞാൽ, റമദാൻ 1 മുതൽ ഞാൻ ഖുർആൻ ഓതി തുടങ്ങും, റമദാൻ മുതൽ ഞാൻ സ്വതക്ക ചെയ്യും. യഥാർത്ഥത്തിൽ ഷെഹറുൽ ഖുർആൻ പാരായണം ചെയ്യുന്നവരുടെ മാസം എന്നാണ് സലഫുകൾ, മുൻഗാമികൾ ഷാബാനെ വിളിച്ചിട്ടുള്ളത്. ധാരാളമായി ഖുർആൻ ഓതിയിരുന്ന ചില മുൻഗാമികൾ ഷാബാൻ എത്തിക്കഴിഞ്ഞാൽ അവരുടെ കടകൾ അടച്ച് ഖുർആൻ പാരായണത്തിന് വേണ്ടി മാറിയിരിക്കും. അപ്പൊ ഒന്ന്, ഗഫലത്തിൽ ആളുകൾ പ്രവേശിക്കുന്ന ഒരു സമയം. ആ സമയത്ത് ധാരാളമായി ഇബാദത്ത് ചെയ്യാൻ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശ്രദ്ധിച്ചു. അതുകൊണ്ട് റസൂലുള്ളാഹി ധാരാളം നോമ്പ് നോറ്റു. മറ്റൊരു സംഗതി, ഷഅബാനിൽ നമ്മുടെ അമലുകൾ ഉയർത്തപ്പെടും. ഇപ്പൊ എല്ലാ ദിവസവും നമ്മുടെ അമലുകൾ ഉയർത്തപ്പെടുന്നുണ്ട്, അല്ലെ? സുബഹിയുടെ സമയത്ത്, അസറിന്റെ സമയത്ത്. എല്ലാ ആഴ്ചകളിലും തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നമ്മുടെ അമലുകൾ ഉയർത്തപ്പെടും. വർഷത്തിൽ നമ്മുടെ അമലുകൾ ഉയർത്തപ്പെടുന്നത് ഷഅബാനിലാണ്. അപ്പൊ ആ ഷഅബാനിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ധാരാളമായി നോമ്പനുഷ്ഠിച്ചിട്ടുണ്ട്. മാത്രവുമല്ല, മുൻഗാമികൾ റമദാനിന് മുമ്പ് തന്നെ അവരൊരുങ്ങും. റജബിൽ കളപറിച്ച് ഷഅബാനിൽ വിത്തുപാകി അതിന്റെ വിളവെടുപ്പാണ് റമദാനിൽ. നമ്മൾ റമദാൻ കാത്തിരിക്കാണ്, അതുവരെ ഒരു ഒരുക്കില്ല. വീടൊക്കെ കഴുകി വൃത്തിയാക്കും, പിന്നെ പള്ളികൾ കഴുകി വൃത്തിയാക്കും. പക്ഷെ മനസ്സ് കഴുകി വൃത്തിയാക്കി ഇബാദത്തുകൾ കൊണ്ട് ഹൃദയം നനച്ച് അങ്ങനെ ഒരു റമദാനിനെ കണ്ടുമുട്ടാൻ പലപ്പോഴും ആളുകൾ ശ്രമിക്കാറില്ല. തൂബ ലിമൻ അസ്ലഹ നഫ്സഹു ഖബല റമദാൻ. റമദാനിന് മുമ്പ് ഒരുത്തൻ അവന്റെ നഫ്സിനെ ശുദ്ധീകരിച്ചാൽ അവന് മംഗളം. അപ്പോ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം? ഇബാദത്തുകൾ കൊണ്ട്, നോമ്പുകൾ കൊണ്ട്, ഖുർആൻ പാരായണം കൊണ്ട് റമദാനിന് മുന്നേ ഷഅബാനിനെ ധന്യമാക്കണം. ഇൻഷാ അല്ലാഹ്. ജസാക്കല്ലാഹു ഖൈർ.